വിദ്യാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഉഴുന്നുവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാന്ന് നോക്കിയാലോ. 2 കപ്പ് ഉഴുന്നാണ് എടുത്തത്. അത് നന്നായി കഴുകി ഒരു 4 മണിക്കൂർ കുതിരാൻ വെച്ച ഉഴുന്ന് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. 3-4 മണിക്കൂറായി. ഇതിന് നന്നായി കഴുകിയെടുത്ത് വെള്ളം പോകാൻ വയ്ക്കാം. ഉഴുന്നൊക്കെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് അരച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് അരയ്ക്കണം. ഒരു 2 സ്പൂൺ വെള്ളമൊക്കെ മതിയാവും അരച്ചെടുക്കാൻ. ലേശം തരിയായിട്ട് അരയ്ക്കാം. നല്ലോണം അരച്ചെടുക്കുന്നവരുണ്ട്. ഇത് ലേശം ഒരു തരി രൂപത്തിലാണ് അരച്ചെടുക്കുന്നത്. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. 3 പ്രാവശ്യമായിട്ടാണ് ഞാൻ അരച്ചെടുത്തത്. ഒരു 1/2 കപ്പ് 3/4 കപ്പ് ഇല്ല, അത്രയും വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത്. ഉഴുന്നെടുത്ത കപ്പിന് തന്നെ ഒരു 3/4 കപ്പിൻ്റെ അടുത്ത് വെള്ളമാണ് വന്നത്. അതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ. ഇങ്ങനെ അരച്ചെടുത്ത് ഇനി ഇതിനകത്തേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 സവാള, ചെറിയ സവാള ആയതുകൊണ്ട് 2 എടുത്തു, ചെറിയ ഉള്ളി ആയാലും മതി. പിന്നെ കുരുമുളക് എടുത്തിട്ടുണ്ട്, അത് ചതച്ചിടണം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. പിന്നെ ഇഞ്ചിയാണ് വേണ്ടത്. ഇഞ്ചി ഞാൻ ഉഴുന്നരച്ചപ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് അരച്ചായിരുന്നു. ഇട്ടാലും മതി. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ അരച്ചെടുത്തു. പിന്നെ ഉപ്പുകല്ല് ആയതുകൊണ്ട് അതും ഞാൻ ഇതിൻ്റെ കൂടെ അരച്ചു. ഉഴുന്നരച്ചപ്പോൾ ഉപ്പുകല്ലും ഇട്ട് അരച്ചു. പിന്നെ ഉപ്പുപൊടി ആണെങ്കിൽ മാവിൻ്റെ കൂടെ ഇപ്പോൾ ചേർത്താൽ മതി. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി അരിഞ്ഞെടുക്കാം. എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുരുമുളക് ചതച്ചെടുത്തു, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു, സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തു, കറിവേപ്പിലയും അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് മാവിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അത് മാവിലേക്ക് പച്ചമുളകും അരിഞ്ഞു വെച്ച ഉള്ളിയും കറിവേപ്പിലയും വറുത്ത അരിപ്പൊടിയും കുരുമുളക് ചതച്ചതും എല്ലാം ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് കൈവച്ച് ഇളക്കി മിക്സാക്കി എടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. മാവ് അരച്ചപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ച് വെച്ചതാണ്. പിന്നെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഒന്നും കൂടി നമ്മൾ നന്നായി ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിനാവശ്യമായിട്ടൊരു ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ലേശം കായപ്പൊടിയും കൂടി ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. സ്റ്റൗ കത്തിച്ച് ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് മാവ് ഇട്ട് കൊടുക്കാം. മാവ് ഇതിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വയ്ക്കണം. ഇങ്ങനെ ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് കൈ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നനച്ചിട്ട് നമ്മളിങ്ങനെ മാവ് എടുക്കുക. പാകത്തിന് ഒരു മാവ് ഇങ്ങനെ എടുത്ത് ഉരുളയാക്കിയിട്ട് നമ്മൾ ഈ നടുവിരലും കൊണ്ട് ഇങ്ങനെ തുളച്ച് കൊടുത്താൽ ഇങ്ങനെ. പിന്നെ അടുത്ത് എടുക്കുമ്പോഴും കൈ ജസ്റ്റ് ഒന്ന് നനയ്ക്കുക. മാവ് പാകത്തിന് ഉണ്ട ഇങ്ങനെ എടുക്കുക. ഉണ്ട ഇങ്ങനെ എടുത്തിട്ട് ആ വിരലും കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുളച്ച് കൊടുത്താൽ മതി. ഇനി ഒരു വശം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തീ ലേശം കുറച്ച് വെച്ച് കൊടുക്കാം.
നമ്മുടെ ആദ്യത്തെ റൗണ്ട് ഉഴുന്നുവട നന്നായി തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. മാവ് ഇങ്ങനെ എടുക്കുക. മാവ് ഇങ്ങനെ എടുത്ത് ഒരു ബോൾസ് പോലെ ഇങ്ങനെ ആക്കുക. എന്നിട്ട് നമ്മൾ ഈ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഓട്ട ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഒരു കൈ വെച്ച് തന്നെ ഇതുണ്ടാക്കാം. ഇങ്ങനെ നടുക്ക് സെൻറ്ററിൽ ഇങ്ങനെ ഒരു ഓട്ട ഉണ്ടാക്കി കൊടുത്താൽ മതി. അതിന് കവറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക. എല്ലാവരും ഇതുപോലെ ഉഴുന്നുവട ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഉഴുന്നുവട അറിയാമല്ലോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ നെല്ലറച്ചാലും മെഡിക്കൽ കുക്കിയൊക്കെ പോയി വന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടു നോക്കി. ഇപ്പം നമ്മൾ ഉഴുന്നുവട എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ഷേപ്പിലും നല്ല ക്രിസ്പി ആയിട്ടും വന്നിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.